ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ. അങ്ങനെ ശ്രുതി നോണ പറഞ്ഞിട്ട് അമ്മായിയുടെ വീട്ടിലേക്ക് പോയിരിക്കണം. അപ്പോൾ അമ്മായിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ശ്രുതി പറയുന്നുണ്ട്, അമ്മായി എനിക്ക് വിശന്നിട്ട് വയ്യ, അമ്മായി ഇന്ന് ഒരു പണിയും ചെയ്യണ്ട കേട്ടോ, ഇന്ന് എല്ലാ പണിയും ചെയ്യാൻ പോണത് ഞാനാണ് എന്ന് പറയുമ്പോൾ അമ്മായി ചോദിക്കേണ്ട, ശ്രുതി സത്യം പറ, അവിടെ നിന് പ്രശ്നം ഉണ്ടായിട്ടാണോ നീ വന്നിരിക്കണത്? അമ്മായി എനിക്കിവിടെ പ്രശ്നം ഉണ്ടാവാൻ മാത്രം വരാൻ പാടുള്ളൂന്നുണ്ടോ? ആഹാ, അത് കൊള്ളാലോ. എന്താ അമ്മായി, ഞാൻ അമ്മായിക്കൊരു ബാധ്യതയായിട്ട് തോന്നി തുടങ്ങിയോ? എന്താ ശ്രുതി നീ ഇങ്ങനെയൊക്കെ പറയണത്? അല്ല, നിങ്ങൾ കല്യാണം കഴിപ്പിച്ചിട്ട് പെണ്ണുങ്ങളെ ഇങ്ങനെ വരുമ്പോഴേക്കും ഒരു ടെൻഷനായി മനസ്സിൽ ഒന്നും തുറന്നു പറയത്തുമില്ല എന്ന മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കും. നീ കഴിഞ്ഞ പ്രാവശ്യം ബർത്ത്ഡേക്ക് വന്നിട്ട് പോയില്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് ചോദിച്ചത്. പിന്നെ നിൻ്റെ കയ്യിൽ ബാഗും ഉണ്ട്, അതുകൊണ്ടാണ് ശ്രുതി ഞാൻ ചോദിച്ചത്. എന്താ ശ്രുതി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എൻ്റെ അമ്മായി ഒരു പ്രശ്നമില്ല, എനിക്ക് എൻ്റെ അമ്മായിയുടെ കൂടെ ഒന്ന് 2 ദിവസം നിൽക്കണമെന്ന് തോന്നി, അതുകൊണ്ട് വന്ന്. എൻ്റെ കൃഷ്ണ, ഈ പെണ്ണ് വായ തുറന്ന സത്യം എപ്പോഴെങ്കിലും പറയോ? ഇല്ല. അമ്മായി ഒരു കാര്യം ചെയ്യും, എനിക്കൊരു ചൂട് ചായ എടുത്തുകൊണ്ട് വന്നേ, അതിനുശേഷം വീട്ടിലെ പണികളൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറയാണ്. ശരി എന്ന് പറഞ്ഞിട്ട് അമ്മായി അകത്തേക്ക് കയറി പോകുന്നു കേട്ടോ. ശേഷം ശ്രുതി വേഗം തന്നെ കൃഷ്ണൻ്റെ പൂജാറിനെ പോയിട്ട് കൃഷ്ണൻ്റെ വിഗ്രഹത്തിന് മുമ്പിൽ നിൽക്കുകയാണ്. എന്നിട്ട് പ്രാർത്ഥിക്കുകയാണ്, ഭഗവാനെ കൃഷ്ണ, ഞാൻ എന്ത് വലിയ നുണയാണ് പറഞ്ഞിരിക്കണത് അമ്മായിയുടെ അടുത്ത്. ഞാൻ ഇനി ഒരിക്കലും അവിടെയൊക്കെ പോകില്ല, അശ്വിൻ സാറിൻ്റെ വീട്ടിൽ ഞാൻ പോവില്ല. അവിടെ എല്ലാവരും എന്നെ ഒരുമാതിരിയായിട്ടാണ് നോക്കുന്നത്, അവരെ കുറ്റം കൊണ്ടും കാര്യമില്ല. എന്തായാലും അവരെ ആരെയും ഫേസ് ചെയ്യാനായിട്ട് എനിക്ക് വയ്യ. അതുമാത്രമല്ല, അശ്വിൻ സാറായിട്ടുള്ള എഗ്രിമെൻറ്റ് തീരാൻ ഇനി അധിക ദിവസങ്ങളൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഇവിടെ നിൽക്കണേ നല്ലത്. ദിവസം പോകുന്തോറും അല്ലെങ്കിൽ എനിക്ക് അശ്വിൻ സാറിനുള്ള ഇഷ്ടം കൂടി വരും. അശ്വിൻ സാറിനെ പിരിയാതിരിക്കാൻ പറ്റാതെയാകും. അതിനേക്കാളും നല്ലത് ഞാനിവിടെ നിൽക്കണതിൻ്റെ കൃഷ്ണ. ഭഗവാനെ, ആരും ഒന്നും അറിയരുതേ, ഞാൻ ഇവിടെ തന്നെ എനിക്ക് നിൽക്കാൻ പറ്റണേ എന്നൊക്കെ പ്രാർത്ഥിക്കാട്ടോ ശ്രുതി. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ തന്നെ പെട്ടെന്ന് തന്നെ ശ്രുതി അടുക്കളയിലേക്ക് പോകുകയാണ്. ആ അമ്മായി എന്തായി? ഞാൻ ഭക്ഷണം ഉണ്ടായിക്കോളാം അമ്മായി എന്ന് പറയാണ്. അമ്മായി പോയി കുറച്ചു നേരം കിടന്നോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അമ്മായി, എൻ്റെ കൃഷ്ണ എനിക്ക് വയ്യ. അല്ല അമ്മായി, അച്ഛനും അമ്മയൊക്കെ എപ്പോഴാണ് വരാം? നിൻ്റെ അച്ഛൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി അവർ പോയിരിക്കുകയല്ലേ, 2 ദിവസം കഴിയുമെന്നാണ് പറഞ്ഞത് എന്ന് പറയുന്നുണ്ട്. അമ്മായി ശേഷം റൂമിലേക്ക് പോകുമ്പോഴേക്കും അശ്വിൻ തിരിച്ച് ഫോൺ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രുതിയുടെ വീട്ടിലേക്ക് വരാട്ടോ. അശ്വിൻ്റെ മനസ്സിൽ ഈ ഒരു വിചാരം മാത്രമേ ഉള്ളൂ, ശ്രുതിനെ ഒന്നും കൂടി കാണാലോ എന്ന് വെച്ചിട്ടാണ് അശ്വിൻ ആ ഫോണായിട്ട് തിരിച്ച് അമ്മായിയുടെ വീട്ടിലേക്ക് വരുന്നത് കേട്ടോ. അശ്വിൻ അങ്ങനെ തിരിച്ചിങ്ങനെ അമ്മായിയുടെ വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും അമ്മായും ശ്രുതിയും കൂടി സംസാരിക്കുന്ന ഇങ്ങനെ അശ്വിൻ കേൾക്കുന്നുണ്ട്. ഇന്നത്തെ ഇവിടുത്തെ പണിയെല്ലാം ഞാൻ ചെയ്തോളാം, അമ്മായി റെസ്റ്റ് എടുത്തോട്ടോ എന്ന് പറയണത് അശ്വിൻ കേൾക്കുന്നുണ്ട്. അപ്പം അശ്വിൻ അത് വിശ്വാസമാകും കേട്ടോ, കാരണം അമ്മായിക്ക് സുഖമില്ല എന്ന് അശ്വിൻ അത് കേൾക്കുമ്പോൾ വിശ്വാസമാകും. അങ്ങനെ അശ്വിൻ ബെല്ലടിക്കുകയാണ്. ബെല്ലടിക്കുമ്പോഴേക്കും അമ്മായി പറയുന്നുണ്ട്, ശ്രുതി പുറത്താരോ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു എന്ന് പറയാണ്. അത് ഞാൻ നോക്കിക്കോളാം അമ്മായി എന്ന് പറഞ്ഞിട്ട് ശ്രുതി ജനലിൽ കൂടി നോക്കുമ്പോഴേക്കും അശ്വിനെ കാണാണ്. ഈശ്വര, അശ്വിൻ സാറല്ലേ ഇത്? അശ്വിൻ സാർ എന്താ വീണ്ടും വന്നത്? അശ്വിൻ സാർ എങ്ങനെ അമ്മായിനെ കണ്ട് സംസാരിച്ച പിന്നെ തീർന്നു. ഞാൻ പറഞ്ഞതൊക്കെ ണയാണെന്ന് അശ്വിൻ സാറിന് മനസ്സിലാവും. അതുകൊണ്ട് അമ്മായിനെ അശ്വിൻ സാർ കാണാൻ പാടില്ല, എങ്ങനെയെങ്കിലും അശ്വിൻ സാറിനെ ഒഴിവാക്കിയേ പറ്റും. ശ്രുതി, ആരാ വന്നിരിക്കണേ? ശ്രുതി, അമ്മായി ഞാൻ നോക്കട്ടെ എന്ന് പറയാണ് ശ്രുതി. ശേഷം വാതിൽ തുറക്കുന്നുണ്ട് ശ്രുതി. അശ്വിൻ സാർ എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ വാതിൽ അടക്കാട്ടോ. സാറിന് വീണ്ടും വന്നത്? ശ്രുതി, നീ ഫോൺ എടുക്കാതെയാണ് അകത്ത് കയറി പോയത്, അത് തരാൻ വേണ്ടി വന്നതാണ് എന്ന് പറയാണ്. ശരി സർ. അല്ല, അമ്മായിക്ക് എങ്ങനെയുണ്ട്? ഞാൻ അമ്മായിനെ കാണട്ടെ എന്ന് വേണ്ട അശ്വിൻ അകത്ത് കയറാൻ വേണ്ട അമ്മായിനെ കാണുമൊന്നും വേണ്ട, അമ്മായിക്ക് ഒട്ടും വയ്യ, പനിച്ച് വിറച്ച് കിടക്കുക. ഞാൻ കഷ്ടപ്പെട്ട് അമ്മായിനെ കിടത്തി ഉറക്കിയത്, സാറ് വന്ന് വിളിക്കല്ലേ, അമ്മായി എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ അമ്മായിക്ക് നല്ല തലവേദനയൊക്കെയാവും. ഓ അങ്ങനെയാണോ? എങ്കിൽ ഞാൻ പോയിക്കോട്ടെ ശ്രുതി. ആ സാർ പോയിക്കോ. എന്താ ശ്രുതി നീ എന്നെ ഇങ്ങനെ പറഞ്ഞയക്കണത്? നിന്നെ ഒന്നുകൂടി കാണാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ വന്നത്. സാർ പോയിക്കോ സാർ, അമ്മായി വെറുതെ ശല്യം ആവണ്ടല്ലോ വെച്ചിട്ടാണ് സാർ, പിന്നീട് വാ, കുഴപ്പമൊന്നുമില്ല എന്ന് പറയാണ്. ശേഷം അശ്വിൻ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ നെഞ്ചിലിങ്ങനെ ശ്രുതി ഇങ്ങനെ കൈ വെക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അശ്വിൻ്റെ നെഞ്ചിടിപ്പ് ശ്രുതി അറിയാട്ടോ. അശ്വിൻ ശ്രുതി അടുത്ത് പറയുന്നുണ്ട്, കണ്ടോ ശ്രുതി, നിൻ്റെ അടുത്ത് വരുമ്പോൾ എൻ്റെ നെഞ്ചിടിപ്പ് ഇങ്ങനെ കൂടും, നിനക്കും അങ്ങനെ തന്നെയല്ലേ? എൻ്റെ വിശ്വാസം ശരിയാണെങ്കിൽ നിനക്കും നെഞ്ചിടിപ്പ് വളരെ കൂടിയിട്ടുണ്ടാവും എന്ന് പറയാണ്. ശ്രുതി പറയണ്ട്, അങ്ങനെയൊന്നുമില്ല. ഓ അങ്ങനെയാണോ? എങ്കിൽ ശരി, ഞാനെന്നാൽ പോയിക്കോളാം. അല്ല, നീനിപ്പോൾ എപ്പോഴാണ് തിരിച്ച് വീട്ടിലേക്ക് വരുന്നത്? സർ, അമ്മായിക്ക് വയ്യാതെയല്ലേ ഞാൻ വന്നേക്കണത്, അമ്മായിയുടെ വയ്യായിക മാറിയിട്ട് ഞാൻ വരാം. ശരി ശ്രുതി, ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കും എന്ന് പറയാണ്. ശേഷം അശ്വിൻ അവിടെ നിന്ന് ടാറ്റയൊക്കെ പറഞ്ഞിട്ട് പോകുന്നു കേട്ടോ. ശ്രുതിക്ക് വല്ലാത്ത വിഷമമാണ് അശ്വിനടുത്ത് പിന്നെയും കള്ളം പറഞ്ഞത് ആലോചിച്ചിട്ട്. അങ്ങനെ ശ്രുതി അകത്ത് കയറുമ്പോൾ അമ്മായി ചോദിക്കണ്ട, അല്ല ശ്രുതി ആരാ വന്നതെന്ന് ചോദിക്കുമ്പോൾ, ഓ അതൊന്നുമല്ല, അതാ വാടക ചോദിക്കാൻ വേണ്ടി വന്നതാണ് എന്നൊക്കെ പറയാട്ടോ. വാടക ചോദിക്കാൻ വേണ്ട? അതെ, വാടക ചോദിക്കാൻ വേണ്ടി വന്നതാണെന്നിങ്ങനെ പറയുന്നുണ്ട്. ആ ശരി എന്ന് പറയാണ്. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ അശ്വിൻ തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പോൾ മുത്തശ്ശി ചോദിക്കേണ്ട, അല്ല കുഞ്ഞാ എങ്ങനെയുണ്ട് അമ്മായിക്ക് ഇപ്പോൾ? അതൊക്കെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഞാൻ കണ്ടില്ല മുത്തശ്ശി എന്ന് പറയണേ. കണ്ടില്ലെന്നോ? നീ അവളെ വീട്ടിൽ കൊണ്ടാക്കാൻ പോയിട്ട് രാധേനെ കാണാതെയാണ് നീ വന്നത്. അത് അമ്മായി കിടന്ന് ഉറങ്ങുമായിരുന്നു, അതുകൊണ്ട് കാണാൻ പറ്റില്ല. കൊള്ളാം, അമ്മായി ഉറങ്ങാച്ചിട്ട് അമ്മായിനെ കണ്ടിട്ട് വേണ്ടി വരാനിട്ട്, കിടക്കുന്ന സ്ഥലത്ത് പോയിട്ട് കാണണം, അതല്ലേ കുഞ്ഞ മര്യാദ. ഞാൻ കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ ശ്രുതി പറഞ്ഞ അമ്മായി റെസ്റ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഇവൻ്റെ ഒരു കാര്യം ചെയ്യും, നീ രാധയുടെ ഫോണിലേക്കൊന്ന് വിളിച്ചേ എന്ന് കുഞ്ഞനോട് അശ്വിനോട് പറയുകയാണ് മുത്തശ്ശി. അങ്ങനെ അശ്വിൻ അമ്മായിയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. അമ്മായിയുടെ ഫോണിലേക്ക് വിളിക്കുമ്പോഴേക്കും
നമ്മുടെ ശ്രുതിയായിട്ട് ഫോൺ എടുക്കണത്. ഹലോ എന്ന് പറയുമ്പോഴേക്കും ശ്രുതി, ഞാൻ മുത്തശ്ശിയുടെ കയ്യിൽ ഫോൺ കൊടുക്കാം. എന്താ സർ? അല്ല, അമ്മായിക്ക് ഫോൺ കൊടുക്കാൻ വേണ്ടി. അമ്മായിക്ക് എങ്ങനെയുണ്ടെന്ന് അറിയാനാ? അമ്മായിക്ക് കുഴപ്പമൊന്നുമില്ല സർ, അമ്മായിക്ക് ഭയങ്കര റെസ്റ്റ് വേണം, അതുകൊണ്ട് സർ പിന്നെ വിളിക്ക് സർ എന്ന് പറയാണ്. അല്ല, അമ്മായിയുടെ കയ്യിൽ നിന്ന് ഫോൺ കൊടുക്കും ശ്രുതി എന്ന് പറയാണ്. പെട്ടെന്ന് തന്നെ വേറൊരു കോൾ വരുവാട്ടോ. ലാൻഡ് ഫോണിൽ ബെല്ലടിക്കുകയാണ്. സർ ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട് ലാൻഡ് ഫോണിൽ കോള് ശ്രുതി എടുക്കുന്നുണ്ട്. ഹലോ. അപ്പോൾ അശ്വിനി ഈ ഫോൺ സംഭാഷണം കേട്ടോണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ലാൻഡ് ഫോണിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ശ്രുതി പറയുന്നുണ്ട്. ഹലോ, ആരാ? ഈ പ്രാവശ്യത്തെ ബില്ലോ? വാടകയോ? 35,000 രൂപയോ? ഒരു മാസത്തെ വാടക 35,000 രൂപയോ? 3-4 മാസത്തെ വാടകയാണോ? ശരി, തരാം ചേട്ടാ, ശരി എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണ്. അപ്പോൾ അശ്വിൻ ഇത് കേൾക്കുന്നുണ്ടോ? അപ്പോൾ വാടക കൊടുത്തിട്ടില്ലെന്ന് അശ്വിനെ മനസ്സിലാവാണ്. അങ്ങനെ അശ്വിൻ ചോദിക്കുന്നുണ്ട് ശ്രുതിയെടുത്ത്, ശ്രുതി ആരാ ആ ഫോണിൽ വിളിച്ചത്? അത് ആരുമല്ല സർ പിന്നെ വിളിക്ക്, അമ്മായി റെസ്റ്റ് ചെയ്യാണ് എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാണ്. അശ്വിനെ മനസ്സിലാവാണ് അമ്മായിയും അവർ പൈസയൊന്നും ഇല്ലാത്ത അവർ വാടകയൊന്നും കൊടുത്തിട്ടില്ലെന്ന്. അങ്ങനെ അശ്വിനാണെന്നുണ്ടെങ്കിൽ അവരുടെ ആ വാടകയുടെ ഫുൾ പൈസ, അതായത് എത്രയും നാളത്തെ അടവും അതുപോലെ തന്നെ ഇനി അവർക്ക് ഒരുപാട് നാൾ നിൽക്കാനുള്ള വാടക അഡ്വാൻസ് ആയിട്ടും അശ്വിൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് അമ്മായിക്ക് ഭയങ്കര സമാധാനമാവാണ്. ശേഷം അശ്വിൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നി തുടങ്ങാണ്, ഇനി ശ്രുതി കള്ളം പറഞ്ഞിട്ട് പോയതാണോ? വിശ്വസിക്കാൻ പറ്റില്ല ശ്രുതിന എന്ന രീതിയിൽ അശ്വിൻ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് കേട്ടോ. അതേസമയം നമ്മുടെ സെലിനാണെന്നുണ്ടെങ്കിൽ അഞ്ജലിയുടെ അടുത്ത് പറയുന്നുണ്ട്, അഞ്ജലി ചേച്ചി ഞാനൊരു കാര്യം പറയട്ടെ. അഞ്ജലി മേഡം വേറൊന്നും വിചാരിക്കരുത്. എന്താ സെലിൻ, എന്താണെങ്കിലും പറഞ്ഞോ? അല്ല, മേഡത്തിന് അനിയനുണ്ടല്ലോ അശ്വിൻ സർ ശരിക്കും പറഞ്ഞാൽ ആകെ സ്വഭാവം മാറി കേട്ടോ. മാഡം പറഞ്ഞ പോലെ നല്ല മുത്തശ്ശി ഇവിടെ മനോരമാൻ്റെ പറയാറില്ലേ ഭാര്യയുടെ വാലിൽ തൂങ്ങി നടക്കുകയാണെന്ന്, അതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. മാഡത്തിൻ്റെ കുടുംബജീവിതം തകരാൻ കാരണം ശരിക്കും പറഞ്ഞാൽ ആ ശ്രുതികുമാരി ലക്ഷ്മി അവളുടെ ചേച്ചി പ്രീതിയാണെന്ന് എനിക്ക് തോന്നുന്നത്. സെലിൻ അവരങ്ങനത്തെ പിള്ളേരൊന്നുമല്ല. പിന്നെ അവരങ്ങനെയാണെങ്കിൽ തന്നെ അവരിപ്പോൾ എൻ്റെ അനിയന്മാരുടെ ഭാര്യമാരാണ്, അവരെക്കുറിച്ച് ഇങ്ങനെ കുറ്റമൊന്നും പറയരുത് എന്ന് പറയാണ്. മേഡം ഞാൻ ഉള്ള കാര്യം പറഞ്ഞതേ ഉള്ളൂ, എന്താണെങ്കിലും ഇനി അവരെക്കുറിച്ച് ഒന്നും പറയരുത്, എനിക്കത് ഇഷ്ടമല്ല എന്ന് അഞ്ജലി പറയാണ്. അത് കേൾക്കുമ്പോഴേക്കും സെലിനാകെ ചമ്മി പോകുക കേട്ടോ. സെലിൻ ഇങ്ങനെ കൊളുത്തി കൊടുക്കാൻ വേണ്ടി നോക്കുകയാണ്, പക്ഷെ അതൊന്നും തന്നെ നടക്കില്ല. എന്തായാലും നാളത്തെ എപ്പിസോഡ് നല്ല അടിപൊളിയായിട്ടുള്ള എപ്പിസോഡാട്ടോ. ഇത്രയും ഭാഗങ്ങൾ തന്നെ നാളത്തെ എപ്പിസോഡിൽ കാണുന്നുള്ളൂ. പക്ഷേ അശ്വിൻ കണ്ടുപിടിക്കോട്ടെ ശ്രുതി ഇങ്ങനെ കള്ളം പറഞ്ഞതാണെന്നും ശ്രുതി എന്നേക്കുമായിട്ട് തൻ്റെ വീട്ടിൽ പോയി നിന്നതാണെന്നുള്ള സത്യങ്ങളൊക്കെ അശ്വിൻ കണ്ടുപിടിക്കോട്ടെ. അത് തിങ്കളാഴ്ചത്തെ എപ്പിസോഡിലായിരിക്കും കാണിക്കുന്നുണ്ടാവാം. അതെങ്ങനെയാണ് കണ്ടുപിടിക്കണമെന്നുള്ളത് നാളത്തെ റിവ്യൂ ആയിട്ട് പറയാം കേട്ടോ. എന്തായാലും അത് കഴിഞ്ഞിട്ട് പിന്നെ ശ്രുതിയുടെ അശ്വിൻ്റെ പ്രണയകാലം മാത്രമാണ് കേട്ടോ കാണിക്കുന്നത്. പിന്നെ അവരിങ്ങനെ പിണങ്ങത്തൊന്നുമില്ല. പിന്നെ അശ്വിൻ തന്നെ പറയും ഇങ്ങനെ ശ്രുതിയായിട്ടുള്ള വിവാഹം, അതായത് അവർ ശരിക്കും പറഞ്ഞാൽ വിവാഹം കഴിച്ചെന്നുണ്ടെങ്കിലും എല്ലാവരുമായിട്ടും അങ്ങനത്തെ ഒരു വിവാഹ രീതി ആയിരുന്നില്ലല്ലോ. അതുകൊണ്ട് അവരുടെ വിവാഹം ഗംഭീരമായിട്ട് തന്നെ ആഘോഷിക്കാൻ വേണ്ടി വീട്ടിലെല്ലാവരും വിചാരിക്കുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അടുത്താഴ്ച നല്ല രസമാണ്, അടുത്താഴ്ച ഫുള്ളും. അപ്പോൾ ഇത്രയും ഭാഗം നാളത്തെ എപ്പിസോഡിൽ കാണിക്കുന്നുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ബൈ.